രാഹുൽ ഗാന്ധി ഉറഞ്ഞു തുള്ളാൻ സമയമായി. പാർലമെന്റ് സമ്മേളനം തുടങ്ങാൻ പോകുന്നു. പഹൽഗാം വിഷയം വളരെ ചർച്ചയാക്കി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. ഇതിനെയൊക്കെ നേരിടാൻ ഭരണപക്ഷത്തിന് കഴിയുമോ? അതായത് പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണത്തിൽ കുറച്ച് കഴമ്പുണ്ട്. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത് അത് കൃത്യമായി നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പരാജയമാണ് എന്നുള്ള ഒരു ആരോപണം അത് ശക്തമാണ്. ഉണ്ട്. കാര്യം അത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല. കാരണം ഈ ഭീകരവാദികൾ പ്രത്യേകിച്ച് കാശ്മീർ അവിടെ ഒരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവിടെ വിനോദസഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതിനെ അട്ടിമറിക്കാൻ, അതായത് പഴയ ഒരു കാശ്മീരിൻ്റെ ഒരു ചിത്രമുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ചിത്രം പുനഃസ്ഥാപിക്കപ്പെടാനായിട്ട് ഭീകരവാദികൾ എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കും എന്ന ഒരു സൂചന നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ ആ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായി. ആ ഭീകരാക്രമണത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. കാര്യം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു, അവിടെ സന്ദർശകരായിട്ട് വന്നവർ അവരുടെ മതം നോക്കി കൊല്ലുന്നു. അപ്പോൾ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ കാശ്മീരിനെ കുറിച്ച് പുറം ലോകത്ത് പഴയ ഒരു ചിത്രം തന്നെ പ്രചരിപ്പിക്കുക, അത് ഉദ്ദേശിച്ചിട്ടാണ് ആ പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് തന്നെ. അപ്പോൾ അത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിൻ്റെ പരാജയമാണ് എന്ന തരത്തിൽ ഒരു ആരോപണം പ്രസക്തമാണ്, ശക്തവുമാണ്. അതിനേക്കാൾ പ്രസക്തമായ സംഗതി, ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നത് കഴിഞ്ഞ ഏപ്രിൽ 22-നാണ്. ഇതുവരെ ആ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ നമുക്ക് പിടികൂടാൻ സാധിച്ചില്ല. ഈ ഇത്രയും പേരെ 26 പേരെ കൊന്ന് ഒടുക്കിയതിന് ശേഷം ആ ആക്രമണം നടത്തിയവർ എങ്ങോട്ട് രക്ഷപ്പെട്ടു? കാര്യം അവർ ഒരു സൂചനയും നമുക്ക് ഇതുവരെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. പക്ഷെ അവർ വന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. അവർ പരിശീലനം സിദ്ധിച്ച ഭീകരവാദികളാണ്. അവർക്ക് ഇവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത 2 കാശ്മീർ സ്വദേശികളെ നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. അവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. കാര്യം ഇവർ വന്നത് എന്തുദ്ദേശത്തിനാണ് വന്നത് എന്നുള്ളവർ അവർ പറയുന്നുണ്ട്. ഇത്രയും മാത്രമാണ് ആ കേസിൽ നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ഇത്രയും നാൾ കഴിഞ്ഞ ഏപ്രിൽ 22-ന് ശേഷം ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടു, ഇതുവരെ ആ ആക്രമണം 26 പേരെ കൊന്നൊടുക്കിയ അവരെ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ആ കാര്യത്തിൽ സർക്കാരിന് കൃത്യമായൊരു മറുപടി പറയാനുണ്ടാകണം. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷം ആ കാര്യത്തിൽ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം. വർഷകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ആലോചനാ യോഗം ചേരുകയും അവർ ഈ പഹൽഗാം ഭീകരാക്രമണം സർക്കാരിനെതിരെ കൃത്യമായ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കേൾക്കേണ്ടി വരും. ഇനി മറ്റൊരു സംഗതി, പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആരോപണമായി ഉന്നയിക്കാൻ പോകുന്നത് ട്രംപിൻ്റെ ഇടപെടലാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ സൈനിക നടപടി നിർത്തിവെച്ചത് തൻ്റെ ഇടപെടൽ മൂലമെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. അത് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കത് തള്ളിക്കളയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നത്. കാര്യം നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള നിലപാട് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളിലൂടെ മാത്രം നയതന്ത്രപരമായി മാത്രം പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രം നടത്തണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. രാഷ്ട്രീയ ഭേദമന്യേ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും അതുതന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു വ്യക്തിബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ മറപിടിച്ചാണ് ട്രംപ് ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അവർ തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ, ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ, അക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. പക്ഷേ ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനോട് തൻ്റെ അതിർത്തി അറിയിച്ചിട്ടുണ്ട്. അതായത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയ വഴിയിൽ 2 നേതാക്കളും കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതായിരുന്നു നേരത്തെ ഉള്ള ഒരു അറിയിപ്പ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അമേരിക്കയിലേക്ക് മടങ്ങി. കാനഡയിലായിരുന്നു ഈ പരിപാടി. അമേരിക്കയിലേക്ക് മടങ്ങിയത് കൊണ്ടാണ് 2 നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടക്കാതിരുന്നത്. പക്ഷേ ഫോണിൽ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുകയും ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് ഇന്ത്യ സ്വീകരിച്ച സൈനിക നടപടിയെന്നും അതിനുശേഷം എങ്ങനെയാണ് ഒരു വെടിനിർത്തൽ ഉണ്ടായതെന്നും വിശദീകരിച്ചു കൊടുത്തിരുന്നു. അതായത് 2 രാജ്യങ്ങളുടെയും സൈനിക നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഒരു വെടിനിർത്തലിന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് പാകിസ്ഥാൻ അറിയിച്ചപ്പോൾ ഇന്ത്യ അതിന് അനുകൂലമായി പ്രതികരിച്ചു എന്നുള്ള കാര്യം നരേന്ദ്രമോദി ട്രംപിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രഖ്യാപിത നിലപാടുകൾ ആവർത്തിച്ചിരുന്നു. അതായത് വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ഒരു 3-ാം അസ്തനില്ല എന്നുള്ളത്. പക്ഷേ പ്രതിപക്ഷം അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി.
കാരണം സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ആദ്യം തന്നെ ഇക്കാര്യത്തിൽ ഒരു നിഷേധിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. കാര്യം ഡൊണാൾഡ് ട്രംപ് തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് വഴി ഇത്തരം ഒരു പോസ്റ്റ് ചെയ്തതിന് ശേഷം ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ട്രംപിൻ്റെ ഇടപെടലിലൂടെ വെടിനിർത്തൽ കരാർ എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറിൽ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് കൃത്യമായി ഒരു നിലപാടെടുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. പിന്നീടാണ് നമ്മൾ അതിൻ്റെ ടൈം ലൈൻ അടക്കം എങ്ങനെയാണ് ഈ വെടിനിർത്തലിലേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ ഏതോ 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വന്ന ഒരു വീഴ്ച ഡൊണാൾഡ് ട്രംപിന് കൂടുതൽ അവസരങ്ങൾ നൽകാൻ കാരണമായി. അദ്ദേഹം തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ഇത് പല വേദികളിലും പല നേതാക്കളോടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാട് കൃത്യമായി വ്യക്തമാക്കുമ്പോഴും ട്രംപ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് താൻ മൂലമാണ്. അതായത് തൻ്റെ ട്രേഡ് നയതന്ത്രം 2 രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു പോലും നിങ്ങൾക്ക് ആണവ യുദ്ധം വേണോ അതോ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം വേണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അവർ വഴങ്ങിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ അതായത് ട്രംപുമായിട്ടുള്ള സംഭാഷണത്തിൽ ഒരു തരത്തിലും ഈ വെടിനിർത്തലിനെ കുറിച്ചോ വ്യാപാര കരാറിനെ കുറിച്ചോ ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിൽ പോയി പറഞ്ഞത്. ഇവിടെയൊന്നുമല്ല, അമേരിക്കയിൽ പോയി പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷം അതൊന്നും ഇപ്പോഴും മുഖവിലേക്ക് എടുക്കുന്നില്ല. അവർ ഇക്കാര്യത്തിൽ വീണ്ടും വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കിട്ടുന്ന രാഷ്ട്രീയ അവസരങ്ങൾ, അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ ഭരണപക്ഷത്തിന് പ്രത്യേകിച്ച് BJPക്ക് വലിയ രീതിയിലുള്ളൊരു പ്രതിച്ഛായ നൽകിയിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഈ കാര്യത്തിൽ അവർ രാഷ്ട്രീയമായി അവരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള നീക്കങ്ങൾ? അതായത് ഇനി ആരോപണം ഉന്നയിക്കുക, പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതാണല്ലോ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഒരു പരിധിവരെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിലെ വാസ്തവ വിരുദ്ധതയും ജനങ്ങൾക്ക് മുമ്പിൽ പകൽ പോലെയുണ്ട്. അതായത് പഹൽഗാമിൽ ഉണ്ടായ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ വീഴ്ച അത് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. കാര്യം നമുക്കത് മുൻകൂട്ടി കണ്ട് നടപടിയെടുക്കാൻ സാധിച്ചില്ല. അക്കാര്യത്തിൽ സർക്കാർ പ്രതിരോധത്തിലാണെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ ട്രംപിൻ്റെ ഇടപെടലിൽ അത് പ്രതിപക്ഷം നിരന്തരം സർക്കാരിനെ ആക്രമിക്കുമ്പോൾ അവിടെ ക്ഷീണമുണ്ടാകുന്ന രാജ്യത്തിന് ഒന്നാകെയാണ്. കാര്യം രാജ്യത്തിൻ്റെ പൊതു നിലപാട് എന്താണ്? പാകിസ്ഥാനുമായിട്ടൊരു മൂന്നാമസ്തൻ വേണ്ട എന്നുള്ളതാണ്. നമ്മളത് ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം അത് സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെ പ്രതിച്ഛായ ഭംഗമുണ്ടാകുന്ന നരേന്ദ്രമോദിക്കല്ല, രാജ്യത്തിന് ഒന്നാകെയാണ്. അത് പ്രതിപക്ഷം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.